ഹലോ, നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. എല്ലാവരും പനീറിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. പനീർ അറിയാത്തവരല്ല നമ്മളാരും. സാധാരണ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾ, വെജിറ്റേറിയൻസ് അവരുടെ പ്രോട്ടീൻ കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് പനീർ കഴിക്കുന്നതാണ്. പാലിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നല്ലൊരു സംഗതിയാണ് ഈ പനീർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? എല്ലാവരും വീട്ടിൽ ചിലപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കമേഴ്ഷ്യലായി വലിയ രീതിയിൽ എങ്ങനെയാണ് പനീർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താല്പര്യമുള്ള ആളുകൾക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തൊട്ട് മുൻപുള്ള നെയ്യ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഗീ വാറ്റ് തന്നെയാണ് അതിനും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മെഷീന് പറയുന്ന പേരാണ് ഗീ വാറ്റ് എന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ പാലോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ചൂടാക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണത്. നമ്മളിവിടെ ഇപ്പോൾ 80 ലിറ്റർ പാലിലാണ് പനീർ ഉണ്ടാക്കാനായിട്ട് പോണത്. നമ്മൾ ആദ്യം പാലെല്ലാം തന്നെ അതിലേക്ക് ഒഴിച്ച് നമ്മളിനി താഴെ അത് കത്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ LPG ആണ് നമ്മളിവിടെ എപ്പോഴും യൂസ് ചെയ്യണത്. അതിനകത്ത് ബർണർ കത്തിച്ച് നമ്മളിത് മെഷീൻ ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കോളും. അതോട് പിന്നീട് നമ്മൾ കൂടുതൽ സമയം അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്താൽ മാത്രം മതി. നമ്മളിവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സെമി സ്കിമ്മഡ് ആയിട്ടുള്ള പാലാണ് കേട്ടോ. പൂർണ്ണമായിട്ട് ഫാറ്റോട് കൂടിയിട്ടുള്ള മിൽക്കല്ല. ആളുകളും പാലിൽ ഫുൾ കൊഴുപ്പും ശരീരത്തിലേക്ക് വരുന്നത്ര നല്ലതല്ല എന്ന ആളുകൾ കുറേ പേര് നമ്മുടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെമി സ്കിംഡ് പാലാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ടെമ്പറേച്ചർ 80 ഡിഗ്രി എത്തുന്നത്, 80 ഡിഗ്രി ടെമ്പറേച്ചർ എത്തുന്നത്, അപ്പോൾ നമ്മളെല്ലാം ഓഫ് ചെയ്ത് ഈ പറയുന്ന ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് നമ്മൾ ഈ ഗീ വാറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് നമ്മളൊരു ക്യാനിലേക്ക് പാൽ എടുക്കുക ചെയ്യുക. ക്യാനിലേക്ക് എടുത്ത് പിന്നീട് അത് നമ്മൾ പനീറിന് വേണ്ടി മാറ്റും. നമ്മളൊരു വലിയൊരു അണ്ടാവിലേക്ക് പാലൊഴിച്ച് അതിനകത്ത് നമ്മൾ അളവനുസരിച്ചിട്ട് കേട്ടോ, അപ്പോൾ നമ്മളുടെ എത്ര ലിറ്റർ പാലാണോ നമ്മൾ പനീർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കണം. അതായത് സാധാരണ നാരങ്ങ നീര്, എളുപ്പത്തിൽ മനസ്സിലാവുന്നത് നാരങ്ങ നീര്, സിട്രിക് ആസിഡാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറുള്ളത്. അതല്ല പലരും വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വിനീഗർ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിവിടെ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങ നീരാണ് നമ്മൾ അതിനോട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ പനീർ പോണത് അതിന് പോർഷനായിട്ടായിട്ട് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കണം. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് പറയുന്ന ആയിട്ടുള്ള പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്ലഞ്ചർ എന്ന് പറയുന്ന ആ കോല് പോലെ കാണുന്ന സാധനം പ്ലഞ്ചറാണ്. അത് സാധാരണ ഡയറി ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അത് വെച്ചങ്ങ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ബോട്ടം തൊട്ട് ടോപ്പ് വരെ വളരെ പെട്ടെന്ന് ഇളകി കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, മറിഞ്ഞങ്ങ് പാല് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഈ ഒഴിക്കുന്ന ഈ പറയുന്ന ആസിഡ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. നമ്മൾ അങ്ങനെ ഏത് മൊമെൻറ്റിലാണോ പാലിൻ്റെ ആസിഡിറ്റി റേസ് ചെയ്ത് പാല് പ്യൂർലി കൊയാഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, അപ്പോഴാണ് അത് പനീറിനാവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ വീഡിയോയിൽ കാണുന്ന സമയത്ത് ചെറിയ സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും തന്നെ പാലിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, അതിനകത്ത് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിൽ അല്ലെങ്കിൽ ഒരു പച്ച കലർന്ന നിറത്തിൽ വേ ഫോം ചെയ്തിട്ടുണ്ട്. സാധാരണ വേയെക്കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. വേ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഈ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളിവിടെ വേ ഉപയോഗിക്കുന്നത് സംഭാരം ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മുടെ വേപ്പിലക്കട്ടി സംഭാരത്തിൽ നമ്മൾ വെള്ളത്തിന് പകരം പലപ്പോഴും ഈ പറഞ്ഞ വേയാണ് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടി പ്രോട്ടീൻ ആയിരിക്കും, നന്നായിരിക്കും, ടേസ്റ്റി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. പനീറിന് പറ്റുന്ന പരുവത്തിലേക്ക് അതങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വേ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ പനീർ മാത്രം അല്ലെങ്കിൽ ആ മിൽക്ക് സോളിഡ്സ് മാത്രം നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ട്രേ ഉണ്ട്. അത് പനീറിന് വേണ്ടി തന്നെ തയ്യാറാക്കിയുള്ള ട്രേ ആണ്. അതിനകത്ത് നമ്മൾ തുണി വെച്ച് അടിയിൽ ആദ്യം തുണി വെച്ചിട്ട് ഈ മിൽക്ക് സോളിഡ് അല്ലെങ്കിൽ പനീറിനെ എടുത്ത് നമ്മൾ അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഈ തുണി അതിൻ്റെ മീതെ വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ പിന്നീട് വെയിറ്റ് ആഡ് ചെയ്യണം. വെയിറ്റ് വെക്കണം അതിൻ്റെ മുകളിൽ. അങ്ങനെ വെയിറ്റ് വെക്കുന്ന സമയത്താണ് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായി റിമൂവ് ചെയ്ത് നമ്മളെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നല്ല പനീറായി കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ അതിൻ്റെ മുകളിൽ കണ്ടോ, ഇപ്പോൾ ഒരു പ്ലേറ്റ് വെക്കും. ആ പ്ലേറ്റ് വെച്ചപ്പോൾ തന്നെ അറിയാം അതിനകത്തുള്ള ആ പ്ലേറ്റിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ വെള്ളം കുറേശ്ശെയായിട്ട് റിമൂവ് ആവുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി അത് നന്നായി റിമൂവ് ആവാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെയിങ് ബാലൻസിലൊക്കെ വെക്കുന്ന നമ്മളുടെ കട്ടി എന്നൊക്കെ പറയുന്ന വെയിറ്റാണ് നമ്മൾ വെക്കുന്നത്. ആ വെയിറ്റ് ഫിക്സ് ചെയ്ത് തന്നെ ഈ പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് വെയിറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ